മറ്റേത് വരണ്ടാന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ. ഞാനും വരണ്ടാന്ന് അങ്ങനെയാണോ? അല്ലേ, അല്ല ആരും വരണ്ടെന്ന്. ഞാനും വരണ്ടാന്നല്ല, ഞാനും വരട്ടെ വരട്ടേന്നാ. അപ്പൊ അവൻ പറഞ്ഞ ആരും വരണ്ടാന്ന് അവൻ പറഞ്ഞു. ഞാനും വരട്ടേന്ന് അവൻ പറഞ്ഞ കഴിവാ. ഞാനും വരണ്ടേ എന്നല്ല, ഞാൻ വരട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഹലോ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ദേ ഇത് പുതുവർഷമാണ്. അവന് വെറുതെ കള്ളം പറയുന്ന, അവിടുന്ന് ഒന്നും പറയില്ല. അതെ അതെ, ഇന്ന് തുടക്കമാണ്, ഒരു വർഷം തുടക്കമാണ്, 1-ാം തീയതി. ഇത് ആരെയാ നിനക്ക് ഇഷ്ടം? ഇതിലാരെയാണ്? ഒരാളെ പറയണം. ലച്ചുവിന്. അയ്യോ അയ്യോ, ലച്ചുവിനെ അയാളാണ് രണ്ടുപേരും ഇഷ്ടം. അപ്പൊ ഈ കുഞ്ഞ് എനിക്കല്ലെങ്കിൽ ഇവന് വേണ്ടെങ്കിൽ എംജാങ്ങളില് മാത്രം മതി. അതെന്താ ഇവളെ വേണ്ടാത്ത? ഇത്ര നാള് കുഴപ്പമില്ല. പിന്നെ മീനുട്ടി അതെ, കോമഡി എന്താന്നറിയാ? അവന് ഭയങ്കര കുസൃതിയെല്ലാം കാണിക്കുന്ന ഒരാളാ. പിന്നെ ഇവളെ പാട്ട് പഠിക്കാൻ വിളിച്ചാ പിന്നെ ഇവള് ഒട്ടും പാട്ട് പഠിക്കാൻ വലിയ ഇന്ന് കളിക്കുകയാണ്. ഞാൻ അവള് വെറുതെ പാട്ടിക്കുന്ന. അന്ന് ഞാൻ മുൻപേ ഞാൻ പാടിയിരുന്നു ഒരു വട്ടം. ഞാനെന്താ ചെയ്യാൻ പോണെന്നറിയോ? എന്റെ പ്രോഗ്രാമിന് ഞാൻ മോളെ വിളിക്കാൻ പോവാ, ഡിവറ്റ് പാടാൻ. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യോ അങ്ങനെ എന്റെ കഞ്ഞിയില് പാറ്റിടരുത്. പിന്നെ മീനുട്ടി എന്താ? എന്നെ രാവിലെ കണ്ട് ഒരു കാര്യം പറയണം ശരത്തങ്കൾ. ആ. എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറ മക്കളെ എന്താണ്? MG അങ്കിൾ കഴിഞ്ഞ സീസണിൽ ഒരു കുട്ടിയെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി, എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറയണമെന്ന്. ഏത് കുട്ടിയായിരുന്നു? ഏത് കുട്ടിയാ മക്കളെ അത്? എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി കുഞ്ഞിനെ തന്നെയാണോ കൊണ്ടുപോയത്? അല്ലല്ല, കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും. ഒരു മീയാന്ന് പറഞ്ഞൊരു കുട്ടി. അതുപോലെ കൊണ്ടുപോകണം, ബൈക്കിൽ ഇരുത്തിട്ട്. അതല്ലേ ആ കഥയല്ലേ? മറ്റേ ആ മീയ കുട്ടീനെ കൊറേ പരിപാടിയിൽ കൊണ്ടുപോകില്ല, അതുപോലെ എന്നെ കൊണ്ടുപോകുന്നു. മോളെ വിളിച്ചിരിക്കും. മക്കളെ ഡേറ്റ് ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണെന്ന് നോക്കാം കേട്ടോ. നോക്കിട്ട് പറയാം. ഇപ്പോഴേ ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എന്റെ സ്കൂളിൽ പോയ കാര്യം. അന്ന് ദിവസം സ്കൂളില് എന്റെ മാം എല്ലാരും നിങ്ങളോട് പറയണം എന്ന് പറഞ്ഞു ടോപ്പ് സിംഗറിലോട്ട്. ഹായ് അല്ലേ? ഹായല്ല, പിന്നെന്താ? എന്റെ മാം എല്ലാരും പറഞ്ഞു അന്വേഷണം പറയണമെന്ന്. മാമിന്റെ കാര്യം നമ്മുടെ അടുത്ത് പറയണം. മാമിന്റെ പേരെന്താ മക്കളെ? ജയലക്ഷ്മി മാം, പ്രിയ മാം, ആദിത്യ മാം, നയന മാം. എന്റെ കോഴിക്കോടുള്ള അവിടെ കോഴിക്കോടുള്ള ആർക്കും ഇല്ല, കോഴിക്കോടുള്ള ആർക്കും ഒന്നുമില്ല. എന്റെ മാജിക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. കാര്യം പറയട്ടെ, നമ്മൾക്ക് 3 ആൾക്കും തൽക്കാലം നിർത്താം. നന്നായിരുന്നു എല്ലാരും കേട്ടോ, സൂപ്പർ. അതായത് ന്യൂ ഇയറിന് കറക്റ്റ് നമുക്ക് ഒരു ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു തുടക്കം കിട്ടി. അതായത് ഒരു 12,000 രൂപ ഭാഗ്യക്കുറി അടിച്ച പോലെ. അവന് ഇപ്പൊ SP സാർ നിൽക്കുന്നല്ലോ കൊള്ളണം പറയാ. നല്ലതായിരുന്നു, തകർത്ത് മക്കളെ. God bless you. All the best. Ta-ta. ബാക്കി എല്ലാരോടും പറയണ്ടേ? ഇല്ല മതി മതി. വിളിച്ചോണ്ട് പോ. നമ്മുടെ കിലുക്കത്തി പറയുന്ന പോലെ പിടിച്ചോണ്ട് പോ. മിസൈല് വല്ലതും ഉണ്ടോ നോക്കേ. അതേമാതിരി